വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് ഇൻട്രോ തന്നെ ഒരു ഫിയറ്റ് പ്രീമിയർ പത്മിനി ഓടിപ്പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അടുത്ത വീഡിയോ ഞാൻ ക്യാപ്ചർ ചെയ്തത് കാളവണ്ടിയാണ് കേട്ടോ. നോർമലി നമ്മൾ കാളവണ്ടിയൊന്നും കാണലൊക്കെ ഭയങ്കര കുറവല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ ആകെപ്പാട് തമിഴ്നാട്ടിൽ പോകുമ്പോഴാണ് ഈ ഒരു കാളവണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ക്യാപ്ചർ ചെയ്തതാണ്. ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗ് ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. നോർമലി ഞാൻ എപ്പോഴും കമ്പം ആ ഒരു ഏരിയയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ വേറൊരു ഏരിയയും കൂടെ നമ്മൾ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എപ്പോഴും ക്യാപ്ചർ ചെയ്യുന്ന ഒരു വ്യൂ ആണ്. അപ്പോൾ ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഏർലി മോർണിംഗ് സ്റ്റേജ് ആണ്. അപ്പോൾ ആ ഒരു സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന ആ ഒരു ഭാഗമാണ്. ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു ഏരിയനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ടോപ്പ് ഏരിയയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തമിഴ്നാടിൻ്റെ ആ ഒരു എക്സാക്റ്റ് ഭംഗിയും വ്യൂസൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നോർമലി എല്ലാവരും അവിടെ ചെന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എപ്പോഴും എടുക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ആ ഒരു വ്യൂസും കൂടെ ക്യാപ്ചർ ചെയ്യാൻ ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് റോഡിൻ്റെ ആ ഒരു സൈഡ് വ്യൂസും കാര്യങ്ങളും നേരെ പോകുമ്പോൾ ആ ഒരു വെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പം അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തതാണ്. ഈ ഒരു ഭാഗമൊക്കെ ആ ഒരു റൂട്ടിലേക്ക് പോകുന്ന എല്ലാവർക്കും തന്നെ നല്ലോണം അറിയാവുന്ന ഭാഗങ്ങളാണ്. നമ്മൾ പോയിട്ടുള്ള ആ ഒരു സമയം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മോർണിംഗ് സ്റ്റേജിലാണ് പോയത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ ഒരു ലൈറ്റിങ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആ ഒരു രാവിലത്തെ ആ ഒരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു ഏരിയയുടെയൊക്കെ പ്രത്യേകത ഒരുപാട് തേയിലത്തോട്ടങ്ങളും ഒക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ കുറേ മലകളും അങ്ങനത്തെ ടൈപ്പ് ഏരിയാസൊക്കെയാണ്. നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോയി കഴിയുമ്പോഴാണ് എക്സാക്ട്ലി ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി കാണുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറേ വളവും തിരിവൊക്കെ ഉള്ള കുറേ ഏരിയാസാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ തമിഴ്നാട്ടിലേക്കുള്ള ട്രാവൽ വ്ലോഗിൽ വേറൊരു പ്ലേസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ പൂസാലംപട്ടി എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ഏരിയ ആണ്. നോർമലി കമ്പത്തുനിന്ന് കുറച്ച് തിരിഞ്ഞു പോകുന്ന ഏരിയ ആണ്. എക്സാക്ട്ലി ആ ഒരു പ്ലേസിൽ ചെന്നപ്പം ആ ഒരു ഏരിയാസ് അല്ലെങ്കിൽ ആ ഒരു റോഡിലൂടെ ട്രാവൽ ചെയ്ത് പോയപ്പം എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഒരു ഗ്രാമീണ പ്രദേശം കേട്ടോ. അപ്പോൾ വഴിയെ നമുക്ക് ആ ഒരു വ്യൂസൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാ വ്യൂസും കാര്യങ്ങളും അവിടുത്തെ പ്ലാന്റേഷൻ മീൻസ് അവർ പ്ലാന്റ് ചെയ്യുന്നത് നോർമലി കുറേ വാഴത്തോപ്പും അതേപോലെ തന്നെ നിലക്കടലയുടെ കൃഷിയുണ്ട്, പിന്നെ നെൽകൃഷിയുണ്ട്, പിന്നെ ഓൾമോസ്റ്റ് മിക്കയിടത്തും തന്നെ എനിക്ക് കാണാൻ പറ്റിയത് മുന്തിരി കൃഷി. അത് നമുക്ക് ആ ഒരു കമ്പും ആ ഒരു ഏരിയ കഴിഞ്ഞാൽ തന്നെ മുന്തിരി തോട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം കാണാൻ പറ്റും. പിന്നെ പോകുന്ന വഴിക്ക് കുറേ തെങ്ങും തോപ്പും ഒക്കെയുണ്ട്, നമ്മൾ കണ്ട ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വഴിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു കമ്പം അല്ലെങ്കിൽ ആ ഒരു റൂട്ടിലേക്ക് പോകുമ്പം എല്ലാവരും തന്നെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്ന ആ ഒരു വ്യൂസൊക്കെ ഉള്ള നല്ലൊരു എന്താ പറയുക, പ്രകൃതിയുടെ ആ ഒരു ഭംഗി നന്നായിട്ട് എടുത്തു നിൽക്കുന്ന ഒരു പ്ലേസ് ഏരിയ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ തമിഴ്നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഈ ഒരു വളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എൻ്റർ ആവും. അപ്പം നമുക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻസ് എന്ന് വെച്ചാൽ അവിടുത്തെ റോഡ് നല്ല സ്ട്രെയിറ്റ് റോഡ്, അതേപോലെ തന്നെ രണ്ട് സൈഡിലും തെങ്ങും തോപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക, പ്രകൃതി രമണീയമായ കാഴ്ചകൾ, പിന്നെ കുറച്ച് മലകളും വാഴത്തോപ്പും. രാവിലെ തന്നെ നമുക്ക് റോഡിൻ്റെ സൈഡിൽ തന്നെ ഈ കരിക്കും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സെല്ലേഴ്സിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നോർമലി സൺഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കും മേ ബി അവർ രാവിലെ തന്നെ റോഡിൽ അത് വിൽക്കാനുള്ള രീതിക്ക് ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബന്ദിയുടെ കൃഷി നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ബന്ദി ഫ്ലവേഴ്സൊക്കെ ഫുള്ളി പൂത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ രണ്ട് സൈഡിലും, അതായത് ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ ബന്ദി കൃഷികൾ നടത്തുന്നുണ്ട്. അപ്പോൾ മഞ്ഞ കളറും അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വേറൊരു വൈറ്റും കൂടെ അവർ മിക്സ് ചെയ്തിട്ടാണ് കൾട്ടിവേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ദൂരക്കാഴ്ചയിൽ അത്ര അങ്ങോട്ട് മനസ്സിലാവില്ലായിരിക്കും. പിന്നെ തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് വീഡിയോസും കൂടെ ക്യാപ്ചർ ചെയ്തു. നേരത്തെ ഞാൻ ബന്ദി കൃഷിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ വ്യൂസും ഒക്കെ കാണിച്ചു തന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പം അത്രമാത്രം പൂക്കളും കൾട്ടിവേഷൻസൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം വന്നപ്പം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഒരുപാട് പൂക്കൾ നല്ലോണം വിരിഞ്ഞ് നിൽപ്പുണ്ട്. ആ ഒരു ഏരിയാസ് നോക്കുകയാണെങ്കിൽ കുറേ കൂടെ ഏരിയാസിൽ അവർ കൾട്ടിവേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഡിഫറൻസ്. പിന്നെ നമ്മൾ കുറച്ച് നാൾ
അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് വന്നാൽ പോലും നല്ലൊരു ഡിഫറൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് തന്നെ ജസ്റ്റ് ആ ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ മാറിപ്പോകും. അതായത് നല്ലോണം ഡിഫറൻസ് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. കുറേ ഭാഗത്ത് ഇങ്ങനെ പ്ലാന്റേഷൻസും കൾട്ടിവേഷൻസും അവർ ആ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത ആ ഒരു ഡിഫറൻസ് നമുക്ക് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ വന്ന ആ ഒരു കണ്ടീഷനിലല്ല പല പ്ലോട്ടുകളും ഇപ്പോൾ ഉള്ളത്. കുറേയൊക്കെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനായിട്ടും കുറേയൊക്കെ പ്ലാന്റേഷൻസും ആ ഒരു കൾട്ടിവേറ്റിംഗ് ആ ഒരു സ്റ്റേജിലൊക്കെയാണ്. ഉഴുതും മറിച്ചിട്ടേക്കുന്നതായിട്ട് കാണാം. കുറച്ചൊക്കെ അവിടെ കുറേ കൃഷികളൊക്കെ പുതുതായിട്ട് നട്ടിരിക്കുന്നത് കാണാം. അങ്ങനെ കുറേ വ്യൂസൊക്കെ എനിക്ക് കാണാൻ പറ്റി. അതേപോലെ ആ ഒരു ഡിഫറൻസും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലൂടെ നമ്മുടെ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വ്യൂസൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. നല്ല നിരന്ന സ്ഥലങ്ങളും അതേപോലെ തന്നെ ആ ഒരു സ്ഥലത്തിൻ്റെ ജസ്റ്റ് ബാക്കിലായിട്ട് കുറേ മലകളും. അപ്പോൾ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്ട്രെയിറ്റ് റോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കുറേ ട്രാക്ടേഴ്സും ഒക്കെ പോകുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം ഒന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ആൾക്കാരൊക്കെ നല്ലോണം ചെറിയ തോതിലൊരു റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ക്യാപ്ചർ ചെയ്ത ഒരു സ്കൂളാണ് കേട്ടോ, RR ഇൻ്റർനാഷണൽ സ്കൂൾ. ഈ ഒരു സ്കൂള് മിക്കപ്പോഴും ആ വഴിക്ക് പോകുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വേറൊരു ഇൻ്റർനാഷണൽ സ്കൂളും കൂടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ളത്. SBM എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്താണ് കേട്ടോ. ഞാൻ തന്നെ വിചാരിച്ചു രണ്ട് ഇൻ്റർനാഷണൽ സ്കൂൾ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ആ ഒരു പ്ലേസിൽ തന്നെ. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാട്ടിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് കാണുമല്ലോ, പക്ഷേ ഇതൊട്ടും തന്നെ ഡിസ്റ്റൻസ് ഇല്ല, തൊട്ടടുത്ത് തന്നെ, അതും ഇൻ്റർനാഷണൽ സ്കൂൾസ്. നമ്മുടെ ഈ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ ഞാൻ കമ്പം പാളയം മാത്രമല്ല നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൂസാലംപട്ടി എന്ന് പറഞ്ഞൊരു പ്ലേസ് ഏരിയയും കൂടെ ഉണ്ടെന്ന്. തനി ഗ്രാമീണ ഭംഗികളൊക്കെ നിറഞ്ഞ് ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. നമുക്ക് ഒറ്റ വേർഡിൽ പൂസാലംപട്ടീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചൊന്ന് ടേൺ എടുത്ത് തിരിഞ്ഞ് വേറെ റൂട്ടിലൂടെയാണ് പോകുന്നത്. ഏറെക്കുറെ നമ്മുടെ ആ ഒരു പൂസാലംപട്ടിയുടെ ആ ഒരു വ്യൂസ് അല്ലെങ്കിൽ വീഡിയോ അടുക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വഴിയിൽ പോകുമ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഗ്രാമീണമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഒട്ടും തന്നെ കയറ്റോ ഇറക്കോ ഒന്നും തന്നെ ഇല്ല. നല്ല സ്ട്രെയിറ്റ് റോഡ്, നമുക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ രണ്ട് സൈഡിലും കുറേ കൃഷികളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിലേക്ക് പോകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻസ്. അപ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ വീടുകളും കടകളൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. അതേപോലെ തന്നെ കുറേ തെങ്ങും തോപ്പും അങ്ങനത്തെ കാര്യങ്ങളും മുന്തിരിത്തോപ്പും പിന്നെ വാഴകൾ, അതായത് വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ മോസ്റ്റ്ലി എനിക്ക് അവിടെ കാണാൻ പറ്റിയ വാഴക്കൃഷി ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പൂവമ്പഴത്തിൻ്റെ വാഴക്കൃഷിയാണ് കേട്ടോ. ആ ഒരു വീഡിയോസൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പൂസാലംപട്ടിയിലേക്കുള്ള യാത്രയാണ്. ആ പോകുന്ന വഴിയൊക്കെയാണ് നിങ്ങൾക്ക് ഇതേപോലെ ട്രാക്ടേഴ്സും രണ്ട് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫുള്ളി നെൽകൃഷിയും പാടങ്ങളൊക്കെ കാണാൻ പറ്റും. എക്സാക്ട്ലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ശരിക്കും ഒരു ഗ്രാമീണ പ്രദേശമാണെന്ന്. ആ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി ഫുള്ളി നമുക്ക് ആ ഒരു പ്ലേസിൽ എൻ്റർ ആകുമ്പോൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ വെയിലൊക്കെ ഉണ്ട്, പക്ഷേ ചെറിയൊരു തണുത്ത കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു വെയിലിൻ്റെ കാഠിന്യം നമുക്ക് അത്രമാത്രം അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയയിലൂടെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ആദ്യമേ പോകുമ്പോൾ ആ ഒരു ക്യാപ്ചറും വ്യൂസൊക്കെ കാണാനൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും. നമ്മൾ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന ആളാണെങ്കിൽ പറയും വേണ്ട, നമ്മൾ ആ ഒരു വ്യൂസൊക്കെ ആൻഡ് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഏരിയയിലൂടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ. അല്ല, ഇവിടങ്ങളിൽ റോഡൊക്കെ ആണെങ്കിലും നന്നായിട്ട് ആ ഒരു സ്പേസും വിഡ്ത്തൊക്കെ ഉണ്ട്. അതായത് വേറൊരു വണ്ടി വന്നാലും നമുക്ക് നല്ലോണം ആ ഒരു ഒതുങ്ങി കൊടുക്കാനുള്ള പ്ലേസ് ഏരിയാസൊക്കെ ഉണ്ട്. കുറച്ച് സ്ഥലത്ത് കടയും കാര്യങ്ങളും വീടുകളൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കൃഷിത്തോട്ടങ്ങൾ കാണാൻ പറ്റും. കുറേ ഭാഗത്ത് ഇങ്ങനെ ഉഴുതു മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പൂസാലംപട്ടിക്ക് പോകുന്ന വഴിക്കുള്ള വ്യൂസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് കണ്ടോ, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ, അതായത് പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. ഒരു വണ്ടിയുടെ ഫുള്ള് കവർ ചെയ്ത് അവർ തിങ്ങിയിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് ആൾക്കാർ നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം ജസ്റ്റ് കണ്ടപ്പം, നോർമലി നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വ്യൂസ് ഒന്നും കാണാറില്ലല്ലോ. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്ത വ്യൂസാണ്. ഈ വ്യൂ കണ്ടപ്പം എനിക്ക് ഫസ്റ്റ്ലി ഓർമ്മ വന്നത്, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഭായിമാരൊക്കെ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ട്. അതായത് പെണ്ണുങ്ങൾ ഇതേപോലെ ഒരുമിച്ച് ഇങ്ങനത്തെ വണ്ടിയിൽ, അതും ഗുഡ്സ് പോലത്തെ ഒരു വണ്ടിയിൽ ഇങ്ങനെ തിങ്ങി നിരങ്ങി പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടിട്ടും കൂടെയാണ് കേട്ടോ ഞാനിത് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്.
നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബസ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കൊക്കെ ആൾക്കാർ സ്റ്റോപ്പിൽ നിന്നൊക്കെ കയറുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ നെക്സ്റ്റ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിൽ പൊതുവേ നമ്മുടെ വീടൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം അവരുടെയൊക്കെ വീട് എക്സാക്ട്ലി ആ ഒരു റോഡിനോട് ചേർന്നാണ്, ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ വീടും കാര്യങ്ങളൊക്കെ പണിതിട്ടുള്ളത്. പിന്നെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ വാഴത്തോപ്പുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റും. വാഴത്തോപ്പിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും വാഴയുടെ ഇലയൊക്കെ കീറിയിരിക്കുന്നത്. അതിവിടുത്തെ ആ ഒരു കാറ്റിൻ്റെ ശക്തി കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ബസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലെ ബസ് പോലെ ഒന്നുമില്ല, അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആ ഒരു കളറൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. മുന്തിരിത്തോപ്പും നിലക്കടലയും അങ്ങനെയൊക്കെ കുറേ പ്ലേസസൊക്കെ ഉഴുതു മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോരോ കൾട്ടിവേഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകുന്നതിന് തൊട്ട് മുന്നേ ആയതുകൊണ്ട് തന്നെ ആ ഒരു ബസ് എവിടെ നിർത്തുന്നോ അവിടെ നമ്മളും സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ അങ്ങനെ ആ ഒരു ബസ്സിനെ ഫോളോ ചെയ്ത പോലെയാണ് ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് പോയത്. ഇതാണ് കേട്ടോ ആ ഒരു ജംഗ്ഷൻ, അതായത് ഉസ്ലാംപെട്ടി എന്ന് പറഞ്ഞ ആ ഒരു പ്ലേസിൻ്റെ ജംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, കുറച്ച് ടേൺസൊക്കെ ഉണ്ട്. ഡൈവേർട്ട് ചെയ്ത് പോകുന്നതൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം കുറച്ച് ആൾക്കാരും കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡൊക്കെ പോലെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂവമ്പഴത്തിൻ്റെ വാഴക്കൃഷി തോപ്പ് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ആ പോകുന്ന വഴിക്ക്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് വീഡിയോ എടുത്താണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ലോഡൊക്കെ കയറ്റി പോകുന്ന വണ്ടിയൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ഒരു ലീഫ് കണ്ടില്ല, ആ ഒരു കാറ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഫുള്ളി കീറി കീറി വാഴയില കൊണ്ടുപോലും അവർക്കൊരു യൂസ് ഇല്ലാത്ത അവസ്ഥയിലാണ് ആ ഒരു ലീഫും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇനി നമ്മൾ അവിടുന്ന് തിരിച്ച് നേരെ നമ്മുടെ പാളയത്തേക്ക് ആ ഒരു റൂട്ടിലേക്കാണ് പോകുന്നത്, അതായത് ഉത്തമപാളയം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഉത്തമപാളയത്തിൻ്റെ ആ ഒരു വഴിയിലൂടെ പോകുന്ന വീഡിയോസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഉത്തമപാളയത്തിലേക്ക് നമ്മൾ പോകുന്നത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ആൾക്കാരൊക്കെ പുള്ളി റോഡൊക്കെ നിറഞ്ഞ് നടന്നു പോകുന്നതായിട്ടും അല്ലാതെ ഓരോരോ ഷോപ്പിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ടേൺ ചെയ്ത് വേണം അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നതോടുകൂടി നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസൊന്നും തന്നെ ക്യാപ്ചർ ചെയ്തിട്ടില്ല, അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു വഴിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ റീച്ചായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്